ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഈ എക്സാമുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നവർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല അതേ ക്വാളിഫിക്കേഷൻ വരുന്ന മറ്റ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേ സ്വഭാവമുള്ള മറ്റ് എക്സാമുകളും പഠിക്കേണ്ടതുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ആയ, ഗാർഡനർ, പ്രോസസ് സെർവർ, ലാബ് അസിസ്റ്റൻറ്റ്, കൂലി വർക്കർ, പിയൂൺ ഓർ അറ്റൻഡർ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ലൈറ്റ് കീപ്പർ, LGS, LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കിട്ടുന്നത് ശേഖരിച്ച് വയ്ക്കുകയും പഠിക്കുകയും വേണം. എന്നാൽ മാത്രമേ നല്ല നിലയിൽ ഈ എക്സാമിന് വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മുടെ PSC ത്രില്ലറിൻ്റെ മൻസൂർ അലി സാർ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറാണ് ഇത്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന പേപ്പർ LDC 2011 ആലപ്പുഴ ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. LDC 2011 ആലപ്പുഴ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പണ്ഡിറ്റ് രാംനാരായണൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാരംഗി. സാരംഗിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പണ്ഡിറ്റ് രാംനാരായണൻ. പ്രധാനപ്പെട്ട സാരോദ് വിദ്വാൻമാർ TN കൃഷ്ണൻ, അംജദ് അലിഖാൻ, അക്ബർ അലിഖാൻ, രാജീവ് താരാനാഥ് എന്നിവരാണ്. സരോദ് വിദഗ്ധന്മാരാണ് TN കൃഷ്ണൻ, അംജദ് അലിഖാൻ, അക്ബർ അലിഖാൻ, രാജീവ് താരാനാഥ്. ഇനി പ്രധാനപ്പെട്ട വയലിൻ വിദ്വാൻമാരെ നോക്കാം. ലാൽഗുഡി ജയരാമൻ, L സുബ്രഹ്മണ്യം, കന്നക്കുടി R വൈദ്യനാഥൻ. ഇവരെല്ലാം വയലിൻ വിദ്വാൻമാരാണ്. ചന്ദ്രയാൻ 2 ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കുവാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? റഷ്യ. റഷ്യയുടെ സഹായത്തോടെയാണ് ചന്ദ്രയാൻ 2 പൂർത്തിയാക്കുവാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് MIP മൂൺ ഇമ്പാക്ട് പ്രോബ് നിർമ്മിച്ചത്. 2008 നവംബർ 14 ചന്ദ്രയാനിലെ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ചാരനിറത്തുള്ള പുസ്തകം ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ്? ബെൽജിയം. ബെൽജിയത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ് ചാരനിറത്തുള്ള പുസ്തകം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖ ധവളപത്രമാണ്. ജർമ്മനി, ചൈന, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം വൈറ്റ് ബുക്കാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് ബ്ലൂ ബുക്കാണ്. നെതർലാൻഡിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഓറഞ്ച് ബുക്കാണ്. ഇറാൻ്റെയും ഇറ്റലിയുടെയും ഔദ്യോഗിക പ്രസിദ്ധീകരണം ഗ്രീൻ ബുക്കാണ്. ജപ്പാൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് ഗ്രേ ബുക്കാണ്. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. 1969 ISRO സ്ഥാപിക്കപ്പെട്ടത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ISROയുടെ ബാംഗ്ലൂരിലെ ഏജൻസി ISAC ആണ്. ISRO സാറ്റലൈറ്റ് സെന്റർ. ഈശ്വരൻ എന്ന കൃതിയുടെ കർത്താവ്? ഈ ക്വസ്റ്റിന് ശരിയുത്തരമില്ല. ഗുലാംഗിരി അഥവാ ഇന്ത്യയിലെ അടിമത്തം എന്നത് ജ്യോതിബ ഫുലെയുടെ ഒരു പ്രസിദ്ധമായ പുസ്തകമാണ്. വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകന്റെ യഥാർത്ഥ പേര്? VM ബാലചന്ദ്രൻ. VM ബാലചന്ദ്രൻ എന്നാണ് വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകന്റെ യഥാർത്ഥ പേര്. 2010 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ പുരുഷ താരം? റോജർ ഫെഡറർ. റോജർ ഫെഡറാണ് 2010 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ പുരുഷ താരം. 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ പുരുഷ താരവും റോജർ ഫെഡറർ തന്നെയാണ്. 2018 2010 നേടിയത് റോജർ ഫെഡറർ തന്നെയാണ്. സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ബീഹാർ. ബീഹാറാണ് സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരമാണ് ബീഹാർ സാക്ഷരതയിൽ ഏറ്റവും പിന്നിലായത്.
പുരുഷ സാക്ഷരത ഏറ്റവും കൂടിയ പ്രദേശം ലക്ഷദ്വീപാണ്. സ്ത്രീ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള പ്രദേശം കേരളവുമാണ്. 2011 ജനകീയ രോഷത്തെ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്ന ഈജിപ്തിലെ ഭരണാധികാരി ഹൊസ്നി മുബാരക്. ഹൊസ്നി മുബാരക്കാണ് 2011 ജനകീയ രോഷത്തെ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്ന ഈജിപ്തിലെ ഭരണാധികാരി. ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസാണ് ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ രാജ്യം. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി. ശിരുവാണിയാണ് അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി. കബനി നദി വയനാടിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഇടുക്കി ജില്ലയിൽ കൂടിയാണ് പാമ്പാർ നദി ഒഴുകുന്നത്. സൈലന്റ് വാലിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം ശിരുവാണിയാണ്. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം നോർത്ത് പറവൂർ. നോർത്ത് പറവൂറാണ് കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. 1982 വടക്കൻ പറവൂരിലാണ് ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഗോവയാണ്. പൂർണ്ണമായും ഇന്റർനെറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടന്ന രാജ്യം എസ്റ്റോണിയാണ്. ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? രാജ കേശവദാസ്. രാജ കേശവദാസ് ആണ് ആലപ്പുഴ നഗരം സ്ഥാപിച്ചത്. കൊല്ലം നഗരം സ്ഥാപിച്ചത് സാംബിർ ഈസോ ആണ്. സിറിയൻ വ്യാപാരിയായിരുന്ന സാംബിർ ഈസോ ആണ് കൊല്ലം നഗരം സ്ഥാപിച്ചത്. കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ടി രാമറാവു ആണ്. ടി രാമറാവു ആണ് കോട്ടയം പട്ടണം സ്ഥാപിച്ചത്. കേരളത്തിലെ ചവിട്ടുനാടകം ഏതു രാജ്യത്തിന്റെ സംഭാവനയാണ്? പോർട്ടുഗൽ. പോർച്ചുഗലിന്റെ സംഭാവനയാണ് കേരളത്തിലെ ചവിട്ടുനാടകം. ലേലം, മേസ്തിരി, കുശിനി, ചാവി, റാന്തൽ, ജനൽ, പോർട്ടിക്കോ, ഗോഡൌൺ എന്നീ പദങ്ങളും പോർച്ചുഗലിന്റെ സംഭാവനയാണ്. കശുമാവ്, അടയ്ക്ക, പപ്പായ, പേരയ്ക്ക, കൈതച്ചക്ക, അമര, തണ്ണിമത്തൻ ഇവയെല്ലാം പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കേരള കൗമുദി. കേരള കൗമുദിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് CV കുഞ്ഞിരാമൻ. ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം? ഇതിന് ശരിയുത്തരമല്ല. ശരിയുത്തരം നാഗ്പൂറാണ്. നാഗ്പൂറാണ് ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം. ഇങ്ങനെ ഇന്ത്യയിൽ വേറെയും ചില സിറ്റികളുണ്ട്, അതെല്ലാം നോക്കാം. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂരാണ്. വിഹാരങ്ങളുടെ നാട് ബീഹാറാണ്. 7 ദ്വീപുകളുടെ നഗരം മുംബൈയാണ്. സൈക്കിളുകളുടെ നഗരം ലുധിയാനയാണ്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരാണ്. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കാശ്മീർ. ഇന്ത്യയുടെ സുവർണ നഗരം അമൃത്സറാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. പ്രസിദ്ധമായ രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഈ ക്വസ്റ്റിന് ആൻസർ ഇല്ല. ശരിയായിട്ടുള്ള ഉത്തരം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അഹമ്മദാബാദ് നഗരം ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുണി. തുണി വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് അഹമ്മദാബാദ് നഗരം. 1859 ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രസിദ്ധവുമായ വ്യവസായമാണ് നെയ്ത്ത് വ്യവസായം. പരുത്തി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് സമ്പ്രദായം ഏത് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതായിരുന്നു? ഈ ക്വസ്റ്റിന് ആൻസർ ഇല്ല. ശരിയായിട്ടുള്ള ആൻസർ കൊൽക്കത്തയും ഡയമണ്ട് ഹാർബറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടായിരുന്നു. കൊൽക്കത്തയും ഡയമണ്ട് ഹാർബറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് സമ്പ്രദായം ആരംഭിച്ചത്. ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ 1851 ടെലഗ്രാഫ് ലൈൻ ആരംഭിച്ചത്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ചത്. ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയതാര്?
ആൽബർട്ട് സാബിൻ. ആൽബർട്ട് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത്. മൈക്രോബയോളജിയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ലൂയി പാസ്റ്ററാണ്. മൈക്രോബയോളജിയുടെ പിതാവ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്കാണ്. ജോനാസ് ഇ സാൽക്കാണ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനാണ്. ഒരു ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. കത്രിക. കത്രിക ഒരു ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. ദാരം എന്ന സ്ഥിരബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം. കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യം. മുരിങ്ങ. മുരിങ്ങ കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യമാണ്. എരുക്കും കാറ്റുവഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. എരുക്കും മുരിങ്ങയും കാറ്റുവഴി വിത്ത് വിതരണം നടത്തുന്നു. തെങ്ങ്, ഒതളം എന്നിവ ജലം വഴി വിത്ത് വിതരണം നടത്തുന്നു. ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പും സിങ്കും. ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും സങ്കരമാണ് ബ്രാസ്. ഹരിതകമുള്ള ഒരു ജന്തു ഏത്? യുഗ്ലീന. യുഗ്ലീന ഹരിതകമുള്ള ഒരു ജന്തുവാണ്. അമീബ, പാരമീസിയം, യുഗ്ലീന എന്നിവയെല്ലാം ഏകകോശ ജീവികളാണ്. ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികളാണ് അമീബയും പാരമീസിയവും യുഗ്ലീനയും എല്ലാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ ക്വസ്റ്റിനും ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് കാരണം ഇത്രയും ലെങ്തായിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. Subscribe for more videos. To get instant notification for new videos, click on the bell icon.